പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ അനുഗ്രഹീതരായ എന്റെ സഹോദരങ്ങളെ, ഇതാ നിന്റെ അമ്മ. ബലി പൂർത്തിയാകുന്നതിനു മുമ്പ് ഈശോ നൽകിയ സ്വർഗീയ സമ്മാനം, അതാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ മനുഷ്യവംശത്തിന്റെ ഭാഗ്യമാണ്. ലോകം നശിച്ചു പോകാതിരിക്കാൻ ദൈവപുത്രൻ ഒരുക്കിയ സ്വർഗീയ പേടകം. പരിശുദ്ധ അമ്മ ഈ കാലഘട്ടങ്ങളിൽ അനേകം സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് അമ്മയുടെ സന്ദേശം അറിയിച്ചതായി നാം തിരുസഭയുടെ ചരിത്രത്തിൽ കാണുന്നു. അതിൽ ശക്തമായ ഒരു പ്രത്യക്ഷീകരണമായിരുന്നു ഫാത്തിമയിലെ പ്രത്യക്ഷീകരണം. 1917 മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള 13 തീയതികളിൽ പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിബനിനടുത്ത് ജസീന്ത, ലൂസി, ഫ്രാൻസിസ് തുടങ്ങിയ ഇടയ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട് അമ്മ നൽകിയ സന്ദേശമാണ് ഫാത്തിമയിലെ അമ്മയുടെ പ്രത്യക്ഷീകരണം. പ്രാർത്ഥിക്കുക, പരിഹാരമനുഷ്ഠിക്കുക, അനുതപിക്കുക എന്നീ 3 മുഖ്യമായ സന്ദേശങ്ങളാണ് പരിശുദ്ധ അമ്മ ആ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകിയത്. മനുഷ്യാത്മാക്കൾ പാപത്തിൽ മരിച്ച് നരകാഗ്നിയിൽ നിബദിക്കുന്നു എന്നതിൽ പരിശുദ്ധ അമ്മ വേദനിക്കുന്നു എന്നത് ആ കുഞ്ഞുങ്ങൾക്ക് ദർശനമുണ്ടായി. വിവിധങ്ങളായ സ്വർഗീയ രഹസ്യങ്ങൾ പരിശുദ്ധ അമ്മ ആ കുഞ്ഞുമക്കളിൽ എത്തിച്ചു. ലോക ചരിത്രത്തിൽ തന്നെ സുപ്രധാന മരിയൻ ഇടപെടലായി ഫാത്തിമ വിളങ്ങി നിൽക്കുന്നു. ജപമാലയുടെ ശക്തി പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ വെളിപ്പെടുത്തി. വിശുദ്ധ കുർബാനയിലൂടെ യേശുവിനെ ദർശിക്കുവാൻ ഓരോ ക്രൈസ്തവന്റെ കൂടെയും ജപമാല ഉണ്ടായിരിക്കണമെന്ന് പരിശുദ്ധ അമ്മ പറയുന്നു. ജപമാലയുടെ മഹത്വം ദർശിക്കുവാൻ ഓരോ ക്രിസ്ത്യാനിക്കും കഴിയണം. അതാണ് പരിശുദ്ധ അമ്മ ഫാത്തിമയിലെ പ്രത്യക്ഷീകരണത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ഒരു ക്രൈസ്തവൻ ഏറ്റവും കൂടുതൽ തവണ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഏതാണ്? ഈശോ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിലോട് അടുത്തുള്ള നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയാണ് ഓരോ ക്രിസ്ത്യാനിയും ഏറ്റവും കൂടുതൽ തവണ പ്രാർത്ഥിക്കുന്നത്. അനുദിനം നാം എത്ര തവണ നന്മ നിറഞ്ഞ മറിയമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നത് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായിരിക്കുമ്പോൾ തന്നെ ഈ പ്രാർത്ഥന ഞാൻ കേട്ടു. ആര് പഠിപ്പിച്ചു ഈ പ്രാർത്ഥന എന്ന ചോദ്യമില്ല. ഞാൻ തന്നെ പഠിച്ചതാണ് ആ പ്രാർത്ഥന. നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി എന്ന പ്രാർത്ഥന ഞാൻ സ്വന്തം പഠിച്ചു എന്ന് പറയുവാൻ ഓരോ ക്രൈസ്തവനും അഭിമാനത്തോടു കൂടി പറയുവാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിൽ, സമൂഹത്തിൽ, വ്യക്തിജീവിതത്തിൽ, ജോലിസ്ഥലത്തിൽ കൃപയും സമാധാനവും കൊണ്ട് നിറയണമെങ്കിൽ ജപമാല ചൊല്ലുവാൻ ആഗ്രഹിക്കണമെന്ന് 10 പിയൂസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ജന്മപാവമില്ലാതെ ജീവിച്ച പരിശുദ്ധ അമ്മയുടെ മുന്നിൽ ഓരോ നിമിഷവും എന്നെ വിശുദ്ധിയിൽ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ കൈകൾ കൂപ്പാം. പാപപങ്കിലമായി ജീവിതം അവസാനിപ്പിച്ച് നിത്യരക്ഷയ്ക്കായി നാം ഓടിമറയുമ്പോൾ നീതിയുടെ പീഠത്തിലായിരിക്കുവാൻ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. ഒരു ക്രൈസ്തവന്റെ അത്ഭുതമായ പരിശുദ്ധ അമ്മ നമ്മുടെ കുറവുകളെ അറിഞ്ഞ് സ്നേഹിക്കുന്നവളാണ്. സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന മറിയത്തിന്റെ സ്തോത്രഗീതം ഇന്നലെയും ഇന്നും നാളെയും എല്ലാ ക്രൈസ്തവരും ഏറ്റുപറയും. അഹങ്കാരത്തിന്റെ പടവുകൾ തച്ചുടച്ച് എളിമയെന്ന പുണ്യത്താൽ നമ്മുടെ ജീവിതം ആവരണം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം അപേക്ഷിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തിയാൽ നാം എല്ലാവരും ഏറെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷികളായി ഈ പുണ്യദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും അമ്മയുടെ പിറന്നാളിന്റെ 1000 ആശംസകൾ സ്നേഹത്തോടെ നേർന്നുകൊണ്ട്